ഇത് ഞായറാഴ്ചക്കത്തെ വീഡിയോ കേട്ടോ. 18/5/2025 ഞാൻ പറഞ്ഞത് ഈ ഹൈവേ ആണിത്. വാഹനങ്ങളിങ്ങനെ നല്ല വിടാതെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞായറാഴ്ച രാവിലെ പുലർച്ചെ വന്നതാണ്. ഇതാ ഞാൻ ഈ പറഞ്ഞ തെങ്ങ് ഇങ്ങോട്ടൊക്കെയാണ് സംസുഖം നിൽക്കുന്നുണ്ടല്ലോ. ഇങ്ങോട്ടൊക്കെ ഈ തെങ്ങ് പോയിക്കൊണ്ടൊക്കെയാണ് കണ്ടില്ല നിങ്ങൾ. ഇനിയിപ്പോൾ രാവിലെ പുലർച്ചെ വന്നിട്ട് ഈ അപകടം പിടിച്ച തെങ്ങിൻ്റെ മുകളിൽ ഇപ്പോൾ കയറി ഞാനും സംസുഖമുള്ളൂ. പക്ഷെ അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞാൽ അപ്പുറത്തൊരു തെങ്ങുണ്ട്. എനിക്ക് പൾസറിൻ്റെ മുകൾക്ക് തേങ്ങ വീണിട്ട് എന്നെ പിടിച്ച് അടിച്ച സ്ഥലം. ഇതിൻ്റെ അപ്പുറം ഞാൻ അതിൻ്റെയും വീഡിയോ എടുത്ത് ഇട്ടുതരാം. ഇതാണ് പറഞ്ഞത്. ഈ വാഹനങ്ങൾ ചീറി പാഞ്ഞ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വണ്ടി വരുമ്പോൾ ഒരു തേങ്ങ തെറിച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് വീണ് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെയാണ് സംഭവം. ഒരു 10 റുപ്യ ഇത് ഞാൻ കോൺട്രാക്ട് എടുത്തതാണ്. ഞങ്ങൾ മുനിസിപ്പാലിറ്റി കുറച്ച് തെങ്ങുണ്ട്, ഒക്കെ റോഡ് സൈഡിലുള്ള തെങ്ങാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞില്ല, രാവിലെ നേരത്തെ വന്നിക്കാണ്. ഇങ്ങനെയുള്ള പണിക്കൊക്കെ രാവിലെ അതോ ഒന്ന് അവിടെ ഉണ്ട്. അവിടുത്തെ വേറെ ആൾക്കാർ അയ്യം പോയി പറിക്കാൻ പോക്കില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ഭാഗം ഇങ്ങനെ ഇതൊക്കെ ഇവിടെ 12 മണിയാകുമ്പോൾ ഞാൻ വിടുള്ളൂ. കാരണം വന്ന് റൂമിലെത്തി കുളിച്ച് ഫ്രഷായി ഒക്കെ എഡിറ്റിങ് ചെയ്തിട്ട് അവിടുത്തെ ഇവിടുത്തെ എവിടെയൊക്കെ പല ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് വിടുക. എന്തായാലും ഇനി ഇതാണ് ഹൈവേ ആണ് അവിടുന്ന്. ഇത് എവിടെ നിന്നറിയോ? ഇത് ക്രാപ്പറ്റ് മാർക്കറ്റാട്ടാ. ക്രാപ്പറ്റ് മാർക്കറ്റ് പോണ വഴിയാണ് ഇത്. നമ്മളെ വടാലിൽ നിന്ന് വരുന്ന വഴിയാണ്. ഈ ബോംബെയിലുള്ള ആൾക്കാർക്ക് അറിയാം, ഡിമില്ല റോഡ് എന്ന് പറയും. 4 റസ്ത എന്ന് പറഞ്ഞത് വടാലിൽ നിന്ന് വരുന്ന ഹൈവേ ആണത്. അങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ക്രാഫറ്റ് മാർക്കറ്റ്, ഇവിടുന്ന് വീട്ടി സ്റ്റേഷന്, അതിൻ്റെ അടുത്താണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി ഇവിടുത്തെ 2-3 കട തെങ്ങുണ്ട്. നമ്മളെ കരീംകാറ്റി മറ്റുള്ളവരൊക്കെ ഒക്കെ ഞാൻ വിട്ടുതരാം. ഇനി കൂടുതൽ നീട്ടി കൊണ്ടുപോകണം. ഓക്കെ, ആ പണി കഴിഞ്ഞിട്ടാ ഇവിടെ കാണി. അവിടെ ഒരു വാഹനത്തിൻ്റെ ഇടയിൽ രണ്ട് ഇവിടെ കാണി. ഈ അളഞ്ഞും വീണ് പൊട്ടി. ഇത് ഫസ്റ്റ് വീണ ഇവിടെ കാണി. ഇതൊക്കെ സത്യം പറയട്ടാ, ഇത് വീണതിൻ്റെ അടയാളാണ്. കാണാണ്ടെങ്കിൽ കാറ് പാസ് ചെയ്താ തോന്നി. രണ്ടാമത്തെ ഇതാ ഈ 2 ഇളനീന് കെട്ടിടങ്ങള്. ഒരു ഇളനീന് കാരണം അത്രയും ഡേഞ്ചർ പിടിച്ച തെങ്ങും ഇത്രയും വാഹനങ്ങൾ പോണ തിരക്കും ചേരി പാഞ്ഞ് വരുന്ന വാഹനങ്ങളൊക്കെ കണ്ടിടങ്ങൾ. ആ വരുന്ന അവിടുന്നൊക്കെ നമ്മൾ പറഞ്ഞാലൊന്നും അവർ കേൾക്കൂല. കാരണം അവർക്ക് പോലീസുകാർ വന്നിട്ട് തടയണം, എന്നാലേ നിൽക്കുള്ളൂ. അല്ല ഇപ്പോൾ ഈ പറഞ്ഞ ഞാനും ആ മനുഷ്യനെ കൂടി ഈ കോലത്തിൽ നിന്നിട്ട് അവിടെ നിൽക്കിട്ട് പറഞ്ഞാൽ വരണോനെ എന്താ ചിന്തിക്കണോ? ആ നിൽക്കണ 2 ഒറ്റ പ്രാന്തന്മാരാണ്. അങ്ങനെയുണ്ട് അവർക്ക്. അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു തെങ്ങുമെന്ന് ആദ്യം തേങ്ങ വീണപ്പോൾ ഒരു മനുഷ്യൻ നടന്ന് വരികയായിരുന്നു. ഇതന്നെ വരികയായിരുന്നു. ഇങ്ങനെയായിട്ട് വരുന്ന സമയത്ത് 3 മീറ്ററിൻ്റെ ഉള്ളിൽ തേങ്ങ വീണ് അവിടെ ഇന്നത്തെ ഞായറാഴ്ച ദിവസം പടച്ചോൻ്റെ കാവലുണ്ടായി. അത് കഴിഞ്ഞ് 2ാമത്തെ തേങ്ങ അതുകൊണ്ട് വരാൻ നേരത്ത് ഒരു കാറ് അവിടെ നിന്ന് വരികയായിരുന്നു. ആ കാറിൻ്റെ അടുത്തേക്കാണ് എത്തിയില്ല. എത്തിനാണ്ട് മുന്നേ അവിടെയും പടച്ചോൻ്റെ അടുത്ത് സഹായം ഉണ്ടായി. ഇങ്ങനെ അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന അപ്പിനോട് പറയുകയാണേ, എല്ലാവരും പടച്ചോനെ നീ കാത്തു രക്ഷിക്കുക, ആരും വേദനിപ്പിക്കില്ല. ഓരോ മനുഷ്യനും ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് കണ്ണത്ത രാജ്യത്ത് പോയിട്ട് കഷ്ടപ്പെടുകയാണ്. എത്ര ആൾക്കാർ അടി കൊള്ളണം എന്നറിയോ? ഈ അടിക്കണവന് പോലും അറിയണില്ല ആ അടി കൊള്ളണവനെ ഇത്ര അടിക്കാൻ പാടില്ല, പാവണമെന്ന്. ഇതൊക്കെ ബോംബെയിലെ ജീവിതമാണ്. എന്തായാലും ഇനിയും ബാക്കി ഞാൻ അവിടെ ഉണ്ട്. എനിക്ക് അടി കിട്ടിയ സ്ഥലം അതുകൂടി ഞാൻ വീഡിയോ എടുത്ത് വിട്ടുതരാം. ഇല്ല ഞാൻ സത്യം പറഞ്ഞിട്ടാ. ആ കുട്ടിയടി അത് ചെറിയ കഷ്ണാക്കിട്ടാ. ആ ഷട്ടർ അടിക്കില്ല. അതിന് ആരെയും പോലീസുകാരൊക്കെ വരും. മടാൾ അവിടെ ഉണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കണ ഓരോ മനുഷ്യനുണ്ടല്ലോ. ഞാൻ സംഭവം പറയണേ, അടി കിട്ടിയ പേര് ഒരാൾ പറയില്ല. അത് പറഞ്ഞാൽ ഓൻ്റെ വില നഷ്ടപ്പെടും. തിരിച്ച് കൊടുത്തത് പറയും. എടാ ഞാൻ അവന് കൂടി അടിയുണ്ടായി, എൻ്റെ സമനില തെറ്റിക്കാണ്ട് ഭ്രാന്ത് പിടിച്ച് ഞാനവിടെ കൊടുത്ത് വയറടിച്ചിട്ട് ഞാൻ ഒന്നും നോക്കിയില്ല പറയും. കഥ കേൾക്കണം. ഓനക്ക് കിട്ടിയവൻ പറയില്ല. എങ്ങനെ പറയുക? ഓൻ്റെ വില നഷ്ടപ്പെടുക. ഇനി ഓനക്ക് കിട്ടിയത് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് മറ്റവനോട് ചോദിക്കണം. അപ്പോൾ ഓൻ പറയുന്നത് അറിയോ? ഓൻ്റെ വർത്തനം കിട്ടുമ്പോൾ അടി ഭ്രാന്ത് പിടിക്കുക. ഞാൻ പലവട്ടം ശ്രമിച്ച് അങ്ങോട്ട് കൊടുത്ത് വയറടിച്ചിരുന്നത്. അപ്പോൾ അവനക്ക് കിട്ടിയത് മറ്റുള്ളവർ പറയില്ല. അത് മോശപ്പെട്ടവരെ അത്ര ആൾക്കാർ കേട്ടാൽ നമ്മളെ വില നഷ്ടപ്പെടും. പൊന്നാര മക്കളെ ഇന്ന ആ പണിക്കൊന്നും കിട്ടൂല കേട്ടോ. കിട്ടി കഴിഞ്ഞാൽ വരച്ച് കിട്ടിയെന്ന് പറയും. തിരിച്ചടിച്ചിട്ടുണ്ടോ? അത് അടിച്ചു. എൻ്റെ ജീവിതത്തിൽ അടിച്ചിട്ടുമില്ല, കൊണ്ടിട്ടുള്ളൂ. എനിക്ക് അടിക്കാനുള്ള കാര്യത്തിൽ ഞാൻ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ 100 കിട്ടുക ചെയ്യുക ബോംബെയിൽ. കാരണം ഇവിടുത്തെ ബോംബെക്കാരെ അടിച്ചു കഴിഞ്ഞാൽ എന്താ അറിയോ? നല്ല ഇവിടെ അണ്ടിക്ക് നോക്കിയിട്ടാണ് കുത്തുക. കാലുണ്ട് മറക്കറ അറ്റ ഇടിയ. അത് നല്ല കിട്ടുമ്പോണ്ടല്ലോ ജീവൻ റൂട്ടിക്കാണ്ട് പോകും. അതിനെന്തായാലും കിട്ടുന്നത് മേടിക്കുമ്പോൾ മാപ്പ് കയറും. എൻ്റെ ഒപ്പം പണ്ടുണ്ട് പട കുട്ടി ആരെയും തല്ലൂടാൻ പോയരുത്, ആരെങ്കിലും പട കുട്ടിനെ അടിക്കാൻ നൽകുക മാപ്പ് കയറുമോ എന്ന് പറഞ്ഞിട്ട് അവിടെ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ തിരിച്ചടിക്കുക എന്തെങ്കിലും പറഞ്ഞാൽ
അടി വാരച്ച് കിട്ടുമ്പോൾ ഇവിടെ കുട്ടി ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരുന്ന ഈ വാപ്പ മകനക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ബോംബെനോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. മനസ്സിലാക്കണതൊക്കെ തന്താരാണ് മക്കളോട് പറയണത്. എന്നിട്ട് നമ്മളെ വാപ്പാൻ്റെ വാക്ക് വില വെക്കാതെ നമ്മൾ ഓരോന്ന് ചെയ്താൽ നമുക്കിങ്ങോട്ട് ജീവിതത്തിൽ പലതും കടന്നു വരും, മാനസികമായ വിഷമം. അങ്ങനെ വാപ്പൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ. വാപ്പൊക്കെ എൻ്റെ വാപ്പ സ്കൂളിലും മദ്രസയിലും പഠിച്ചിട്ടില്ല. അതുപോലെ വാപ്പ ഇനിയും ആക്കി. അപ്പം ഞാനും പഠിച്ചിട്ടില്ല, എന്നാലും എൻ്റെ വാപ്പ തെറ്റ് ചെയ്തിട്ടില്ല. അത്രയും 1961 വന്നിട്ട് ഭാര്യയും മക്കളും എന്നുള്ള ചിന്തയിൽ കൂടെ ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനായി ഈ ഭൂമി നാട്ടിൽ ഉത്തിരിക്കുന്നുണ്ട്. അതേമാതിരി നമ്മളും പനപ്പലായി വളരണേ. ഞാൻ പറഞ്ഞില്ല, എന്തായാലും കൂടുതൽ പറഞ്ഞേക്കാം. ഇങ്ങനെ വിടാതെ പറയുമ്പോൾ ആൾക്കാർക്ക് വേണ്ടി ഭ്രാന്ത് എന്നെ തച്ചുവല്ലാണ്ട ഇതുണ്ടാവും സംസാരം കേട്ടിട്ട്. അടി കിട്ടിയ സ്ഥലമായിട്ടത് അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ 24 ന്യൂസിലും എൻ്റെ യൂട്യൂബ് ബോംബെ മാനുവിൽ അടിച്ചു നോക്കിയാൽ എൻ്റെ 24 ന്യൂസിലെ വീഡിയോ അതിൽ കിടക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് വീഡിയോ അതിൽ കിടക്കുന്നുണ്ട്. മനോരമ ന്യൂസല്ല, മനോരമ പത്രക്കാർ കൊറോണ മുന്നേ എൻ്റെ ജീവിത ചരിത്രങ്ങൾ വിട്ട രണ്ട് തവണ മനോരമക്കാർ വിട്ടിട്ടുണ്ട്. ഇനി എൻ്റെ അനിയനെ നിർത്തിയിട്ട്, അക്ബറിനെ നിർത്തിയിട്ട്. അപ്പോൾ അതൊക്കെ യൂട്യൂബിൽ അടിച്ചു നോക്കി ഏറ്റവും അടി കിടക്കുന്നുണ്ടാവും. 24 ന്യൂസ്, ഏഷ്യാനെറ്റ് ന്യൂസൊക്കെ ഒന്ന് നോക്കി എൻ്റെ ജീവിത ചരിത്രങ്ങൾ എന്താണെന്നുള്ളത്. ഞാൻ വെറുതെ അങ്ങനെ വിളിച്ച് പറയില്ല. ഇതിമെന്നാണ് എനിക്ക് അടി കിട്ടിയത്. നോക്കി നിങ്ങൾ ഈ ഇവിടെയാണ് വണ്ടി നിർത്തിക്കണത്. പൾസർ വണ്ടി, അതും തെങ്ങിൻ്റെ അടുത്തല്ല, തെങ്ങിനോട് എത്രയോ വിട്ടിട്ടാണ് ആ വണ്ടി നിൽക്കുന്നത്. അപ്പം ഞാൻ അവിടെ നോക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നും കാണാനില്ല. കണ്ടേ, തെങ്ങ് അവിടെയാണ്, അപ്പുറത്ത് വാഹനങ്ങൾ പോവുകയാണ്. ഒരു പട്ടയുടെ ഉള്ളിൽ കൂടെ തേങ്ങ അങ്ങോട്ട് ഇറങ്ങി അപ്പുറത്ത് കൂടെ വന്നിട്ട് പൾസറിൻ്റെ ടാങ്കിൻ്റെ മുകൾക്കാണ്ട് വീണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ നോക്കുകയാണ്. ആൾക്കാർ നോക്കണ സമയത്ത് എന്തേത് ഇവർക്ക് അറിയാം അത് ആരാ വണ്ടിയാണെന്നുള്ളത്. വേഗം അവർക്ക് വിളിച്ചിട്ട് എൻ്റെ വണ്ടിൻ്റെ മുകളിൽ തേങ്ങ വീണിട്ടുണ്ട്, വേഗം വായു വന്നതാ ഈ വലിയൊരു ദജ്ജാലും, ഞാനച്ച ചെറിയ ദജ്ജാൽ. അപ്പോൾ ഇന്നെക്കാട്ടിയും വലിയ ദജ്ജാലാണ് ആ വന്നത്. ആ ദജ്ജാലിൻ്റെ മുന്നിലൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നോക്കണേ. പിന്നെ അടിയല്ല, കിട്ടുന്നോട് വയറച്ച് വാങ്ങി കിട്ടുന്ന വരും. ഓനുണ്ട് ഇറങ്ങി എന്നോട് എന്താ പറയുന്നത്, പണിക്കാരൻ ചെക്കനെ അടിക്കായിരുന്നു. ചെക്കൻ പറഞ്ഞ് ഇന്നടിച്ചിട്ട് എന്താ കാര്യം, മുകളിലത്തെ ആളെന്ന് പറഞ്ഞ്. കാരണം ഓൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അവിടെ ഓൻ മുതലാളിയും നോക്കിയില്ല. അപ്പോൾ മുതലാളിക്കാച്ചാൽ മുകളിൽ നിന്നിട്ട് ഇറങ്ങാനും വയ്യ. കാരണം ഇറങ്ങി നസ്രാണി തച്ചുകൊല്ലും, അത് അതിനും വലിയ ഇടങ്ങാറ്. അപ്പോൾ അവിടെ ചില ഉറുമ്പിൻ്റെ കാടി കുണ്ടി ചന്തിയിൽ കൂടിയും മുമ്പിൽ കൂടിയും കടിച്ചിട്ട് അതൊരു വക. അതിൻ്റെ ഇടയിൽ വേറെ, അതിൻ്റെ ഇടയിൽ ആൾക്കാരെ നോക്കണം, ജനങ്ങളെ നോക്കണം, വണ്ടി നോക്കണം. അതിൻ്റെ ഇടയിൽ തേങ്ങ പൾസർമൊക്കെ വീണ് ഇങ്ങോട്ട് വന്നിട്ട് ഓനെ കണ്ടിട്ട് ഇങ്ങനെ വീശിയോട് കൂടി ഞാൻ പറഞ്ഞു, ഇങ്ങനെ കണ്ണൂരിനെ പറഞ്ഞ് അടിച്ചാൽ ₹1 കിട്ടൂല പറഞ്ഞ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ പൈസ തരാറിന്. അതിന് അടിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ച്. അപ്പോൾ ഓന് ഇങ്ങോട്ട് അടിക്കാൻ വന്നോട് കൂടി കയ്യെടുത്ത് താത്തിയ പാട് ഞാൻ പറഞ്ഞ് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ തരാം. ഞാൻ ഈ തെങ്ങുമ്മ കേട്ടിക്ക് ഒരു ₹10 കിട്ടണം. ആ 500-600 ഉണ്ടാക്കണുള്ളൂ. അല്ല ഞാനിവിടെ ഇതിനെ ഓണറാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ എന്നാൽ പിന്നെ ഓനക്ക് ഇനി ചാക്കണമെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അങ്ങനെ ഓൻ്റെ മുന്നിൽ അങ്ങോട്ട് സങ്കടപ്പെട്ട് നിന്ന്. അപ്പോൾ ഓൻ പറയുന്ന വണ്ടിമ്മ കയറുന്നും പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി ടൂ വീലറിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ചോദിച്ച് നോക്കുമ്പോൾ എത്ര 3800 4500 എന്താ 5000 എന്താ പറഞ്ഞു, 4500 3500 എന്തോ പറഞ്ഞു. ടാങ്കി നേരാക്കാണോ പുതിയ ടാങ്കിനാണോ ഒന്നല്ല കൊല്ലപ്പാടായി. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ ഇതിമ്മ കയറി ജീവിക്കുന്ന ഒരാളാണ്, എൻ്റെ കുടുംബത്തോടെ കഴിഞ്ഞ് പോകണം, എനിക്ക് വേറെ ആരും തരും ചെക്കാം, ആകെ 500-600-700 കിട്ടണുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് എത്ര വേണമെങ്കിൽ മേടിച്ചോളേ. അപ്പോൾ അയാൾ എന്തായത് ഞാൻ 3500 കൊടുത്തപ്പോൾ 500 തിരിച്ചു തന്നു. എന്നിട്ടാണ് ഇനി പോയിക്കോന്ന് ശ്രദ്ധിച്ചുകൊണ്ടിട്ടായിരുന്നു. അള്ളാൻ്റെ കാവിൽ പലയിടത്തുണ്ട്. അതേമാതിരി ഒരു പെണ്ണിനെ പിടിച്ച് അടിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങളെ ഞാൻ ഹൃദയത്തിൽ ചേർത്ത് വെക്കും. നിങ്ങൾ പറഞ്ഞോളൂ, ഇക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, ഞാൻ ദുആ ചെയ്യും. റബ്ബാണ് സത്യം. നിങ്ങളൊക്കെ ഇന്നെ പോലെ നേരായി വരണേ. എല്ലാവരും നേരാവണം. ആരും പടച്ചോനെ കണ്ണീര് പിടിപ്പിക്കാൻ പാടില്ല. പക്ഷെ ഒരാളെ മുതൽ കക്കരുതിട്ട, ഒരാളെ പറ്റിച്ച് തിന്നരുത്. ഒരാളെ വാങ്ങി തിന്നിട്ട് എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അതിന് നിൽക്കൂലട്ട. ആ ദുആക്കൊന്നും പ്രതിഫലം കിട്ടൂല. നിങ്ങളെ ഹൃദയത്തിൽ നിങ്ങൾ തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളെ മാനസികമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വേദനിപ്പിക്കേണ്ട. മുസ്ലിമായാലും ക്രിസ്ത്യാനായാലും ഹിന്ദു ആയാലും എൻ്റെ കണ്ണിൽ തുല്യമെന്ന് പറഞ്ഞു. ഞാൻ വേറൊരുത്തിൽ കാണില്ല. ആരെങ്കിലും ഒരു തെറ്റും ചെയ്യാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ എന്നോട് പറയും, ഒന്ന് ദുആ ചെയ്യാൻ. അല്ല ഞാൻ ഔലി തങ്ങൾ പാപ്പെന്നല്ല, പക്ഷേ ഞാനൊന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്. തങ്ങൾപ്പാപ്പയും മൊയ്ലേരുമാരും ഈ പണ്ഡിതന്മാരും ഈ സ്വാമിമാരൊക്കെ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്. പക്ഷേ അതിനെക്കാട്ടും റബ്ബിനോട് അടുക്കണത് നമ്മളാണ്. കാരണം നമ്മളാണ് ഈ നരകത്തിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥനയ്ക്ക് അതിനും വലിയ പ്രതിഫലം സെക്കൻഡ് പ്രകാരം കിട്ടും. കാരണം നെഞ്ഞൊരുക്കിയിട്ട് പ്രാർത്ഥിക്കണം, അള്ളാഹ് അപകടമൊന്നും വരത്തില്ല, ഓരോരുത്തരെ കാക്കുന്ന്. അപ്പോൾ നമ്മളതിനും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്. നിങ്ങൾ കമൻറ്റ് എഴുതിക്കോളൂ, ഇങ്ങനെ പ്രയാസമുണ്ട്, എന്താണ് നിങ്ങൾ എഴുതിക്കോളൂ. ഞാൻ നിങ്ങൾക്ക് നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യും. എൻ്റെ ഒരൊറ്റ പ്രാർത്ഥന ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് ഞാൻ വിടാതെ പ്രാർത്ഥിക്കുന്ന ആളല്ല. ഞാൻ സുബഹയുടെ സമയത്ത് എൻ്റെ റബ്ബിനോട് അടുക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ ഞാൻ തൊട്ടേനും പിടിച്ചതിനൊന്നും ഞാൻ ദുആ ചെയ്യുന്ന ആളല്ല. കാരണം എനിക്ക് ളുഹറിൻ്റെ സമയത്ത് ഒരു ദുആ ചെയ്യലുണ്ട്, അതൊക്കെ അറിയില്ല.
അസറിൻ്റെ സമയത്ത് ദുആ ചെയ്യലുണ്ട്. ഇതൊന്നും എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ രാവിലെ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും അത് പ്രാർത്ഥിക്കാൻ നിന്നാൽ ആ കിട്ടണം കൂടി ഇല്ലാതാവും. അപ്പോൾ അത് കാരണം ആ രാവിലെ തന്നെ പ്രാർത്ഥനയിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതിട്ട് മേടിച്ചാൽ പറയും. പിന്നെ ഉച്ചക്കും പോയിട്ട് പറയും ഇനിയും കാട്ടെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വർച്ചോൻ പറയാൻ എൻ്റെ അഹങ്കാരമാണെന്ന് പറയും. അത് കാരണം ഞാൻ ആ പണിക്ക് കഴിയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഓരോ ലോകറിനും അസറിനും ഇതൊക്കെ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ അസറിൻ്റെ സമയത്ത് ദുആ ചെയ്തോളി. ആ ദുആക്കൊക്കെ ഓരോന്നിനും ഓരോ ദുആ ഉണ്ട്. ഒക്കെ നിങ്ങൾ ചെയ്തോളി. പക്ഷേ ഇന്ന അതിൽ പെടുത്തണ്ട. ഞാൻ വേറൊരു ലെവലിൽ കൂടെ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ആരും പണമായിട്ട് വരണ്ട കേട്ടോ. കഴിച്ചിട്ട് ഞാനൊരു അവലിൽ നിങ്ങളിപ്പോൾ വന്നിലേക്ക് നിങ്ങൾ ഒരു റുപ്യയും വേണ്ട. സാല്ല പണി കഴിഞ്ഞിട്ടാ. പക്ഷേ എവിടെയാണ് ഓലക്ക് വെട്ടി കണ്ടിട്ട് നിങ്ങൾ. ഞാനിഞ്ഞ് ഒരു ക്യാമറ നല്ല മേടിക്കാൻ പോകുന്നുണ്ട്. കാരണം ഗവൺമെൻറ് എല്ലാം ക്ലിയറായിട്ട് കിട്ടുന്ന ക്യാമറ ഉണ്ട്. എൻ്റെ ഒരു പണിക്കാരൻ ചേർക്കുന്നുണ്ട്. മോനൊരു ക്യാമറ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇളനീൻ്റെ വലിയൊരു ചക്ക പോലത്തെ ഇളനീൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ ആ ക്യാമറയിൽ. അങ്ങനത്തെ ക്യാമറ മേടിക്കുന്നുണ്ട്. തെങ്ങുമ്പോൾ കയറി കിതച്ച് നല്ല അപകടം പിടിച്ച പണിയായിരുന്നു. കണ്ടമാനം ഓല വെട്ടി അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് വണ്ടി കയറ്റി കൊണ്ടുപോകണം. സംശയം വണ്ടി കയറ്റി ചേടക്കി വെച്ച് വേഗം ഇവിടുന്ന് പോട്ടെ. ഇവിടെ നിൽക്കുമ്പോൾ ആരെങ്കിലും കണ്ട 5 ഇളനിയും കാട്ട് 10 ഇളനിയും കാട്ട് വരും. ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എങ്ങോട്ടുള്ളത് തെങ്ങും കയറുക, പൈസയും കൊണ്ടേ കെട്ടി എന്നിട്ട് കണ്ണി കണ്ടവർ ഇളനീനും കുടിക്കുക. കൈ വിറക്കരുത് എന്ന് പറഞ്ഞാൽ കൈ വിറക്കും. അപകടം പിടിച്ച പണിയാണ്. ശരീരം മൊത്തം വിറച്ചും കൊണ്ടിരിക്കുക. പിന്നെ ആരോടാ ഇതൊക്കെ പറയാം. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് 18-ാം തീയതിട്ടാണ് ഡേറ്റൊക്കെ പറയണേ. എന്നത്തെ വീഡിയോ എന്നുള്ള ആൾക്കാർ തെറ്റിദ്ധരിക്കും. 18/5/2005 കേട്ടില്ലേ വീട്ടിൽ CST കണ്ടില്ലേ. ഇനി ഞങ്ങളിങ്ങനെ വന്നിട്ട് ഞങ്ങൾ ഇനി ഇവിടുന്ന് മെട്രോ എന്ന സ്ഥലത്തേക്ക് പോകട്ടാ. ചിലർ മെട്രോ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, ഇനി മെട്രോൻ്റെ പോണ റോഡാത്. പോകുമ്പോൾ ഉള്ളവരൊക്കെ വന്ന് കണ്ടിക്കണം. അവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ സംശയം വണ്ടി കേട്ടൊക്കെയല്ലേ. കാരണം ഇത് ഞങ്ങളെന്താ പറയുക പലയിടത്ത് തെങ്ങ് കയറുകയാണേ. കാരണം ഒരു തെങ്ങ് ഇവിടെ എന്നുണ്ടെങ്കിൽ വേറെ തെങ്ങ് വേറെ സ്ഥലത്ത്. ഒരു സ്ഥലത്ത് തുപ്പാലൂർ അല്ലെങ്കിൽ കോയമ്പത്തൂർ എറണാകുളത്ത് ഇങ്ങനെയുള്ള ഒറ്റ സ്റ്റേറ്റിലെ തെങ്ങ് വെച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ ആകുമ്പോൾ പണിയെടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഒരു സ്റ്റേറ്റിൽ തന്നെ അപ്പോൾ തെങ്ങൊക്കെയാണ് 10 15 അങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഇത് അവിടെ ഇവിടെയൊക്കെ പോയി കയറുമ്പോൾ ഇപ്പോൾ നാട്ടിൽ തന്നെ കുറ്റിപ്പുറത്ത് ഒരു ചങ്ങരംകുളത്തേക്ക് പോകണം, ചങ്ങരംകുളത്ത് നിന്ന് എടപ്പാൾക്ക് പോകണം. അങ്ങനെ ഓരോ തെങ്ങ് കയറാനേ. അപ്പോൾ നിങ്ങളിങ്ങനെ പോവുകയാണെങ്കിൽ നീട്ടിക്കൊണ്ടുപോകണില്ല. എന്തായാലും നിങ്ങളിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഗവൺമെൻറ് എല്ലാ ഭാഗവും കാണാം. കാരണം 40 കൊല്ലമായിട്ട് ഞാനിങ്ങനെ പല ഭാഗവും സഞ്ചരിച്ചു കൊടുക്കുന്നത് മെട്രോ എന്ന സ്ഥലത്താണ്. എല്ലാവരോടും പറയുന്നുണ്ട്. പിന്നെ കുട്ടിയോട് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയാട്ടോ. അല്ലാതെ ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ കണ്ടമാനം സബ്സ്ക്രൈബും കണ്ണി കണ്ടൊക്കെ എടുക്കുന്നുണ്ട്. ഞാനൊന്നും അതിമ പിടിച്ച് അമർത്തലില്ല. എനിക്കതിനെപ്പറ്റി അറിയില്ല. പിന്നെ എന്തിനും ഞാൻ അതിൻ്റെ മോള് എൻ്റെ മക്കൾ പറഞ്ഞു, എൻ്റെ 4 പൈത മക്കൾ പറഞ്ഞ്, മൂത്തോളം അങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ 3 കുട്ടികൾ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബ് ഉണ്ടാക്കി നിങ്ങളിങ്ങനെ മാനു ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ എല്ലാവരും കാണുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബ് ഉണ്ടാക്കിയേക്കാണ് ഇപ്പോൾ സാർ അതാകുമ്പോൾ എന്തെങ്കിലും കിടപ്പം. ഞാൻ പറഞ്ഞ് അതൊന്നും വേണ്ട കുട്ടികൾ ഇപ്പം തെങ്ങുമ്പോൾ കേട്ടൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്ന്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു പ്ലീസ് ഇപ്പം ഇല്ല ഞങ്ങൾക്കെങ്കിലും ഇപ്പം പൈസ ഞങ്ങൾക്ക് കിട്ടിക്കോട്ടപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങി തിന്നാനപ്പം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടപ്പോൾ കുട്ടികളൊക്കെ ആ പറച്ചിലൊക്കെ കേട്ടപ്പോൾ എൻ്റെ തന്നെ ഒരു പാവം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇനി 50 കൊല്ലം കിട്ടിയ മക്കളെ എടുത്തു പറഞ്ഞാൽ കുട്ടികൾ അത്രയും കുട്ടികളും എല്ലാ മക്കളും കൂടി മൂത്താപ്പാറ എൻ്റെ 5 കുട്ടികളൊക്കെയും പറയുന്നുണ്ട്. മൂത്താപ്പ എല്ലാവരും കൂട്ടി അന്ന് വീട്ടിനകത്ത് നിന്ന് സംസാരിച്ച കുട്ടികളൊക്കെ പറഞ്ഞു മൂത്താപ്പ പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടി മൂത്താപ്പ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് മൂത്താപ്പ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടട്ടെ. എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും ഈ മെട്രോൻ്റെ അടുക്ക് എത്താറായിക്കണേ. ഓക്കെ, ഫോൺ കോൾ ഇങ്ങനെ വിടാതെ വരുന്നുണ്ട്. അതിനും വല്ല അങ്ങനെ ഇതാണ് മെട്രോ ട്ടാ. ഇനി മെട്രോ കണ്ടിട്ടില്ല എന്ന് പറയണ്ട. ഇതാണ് മെട്രോ ടാക്കീസ്. ഇതാണ് ഇവിടെ ഈ കാണുന്നത്. കാരണം അങ്ങനെ തന്നെ മെട്രോ ടാക്കീസ് ആ കാണുന്നത്. ബോംബെ ഉള്ളവർക്ക് വിട്ടുകൊടുക്കാണ്. ഓക്കെ, ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ നിർത്തല കൊടുത്തിട്ട് കാരണം ആരോ എൻ്റെ ഒരു സ്നേഹം മലയാള പടം മറ്റേ ഇവിടെ മലയാളം പടം മെട്രോ ഈ തിയേറ്ററിൽ മലയാളം തിയേറ്ററിൽ അതേപോലെ മറ്റേ എല്ലാം വന്നാൽ ഇവിടെ കണ്ടില്ലേ. ഈ മെട്രോൻ്റെ അവിടെ ഇങ്ങോട്ട് പോകാണ്ട് തുടരും എമ്പുരാൻ ഇവിടെ മെട്രോ കാണുന്നത് സീരിയലിൻ്റെ അടുത്തത്. ഇവിടെയൊക്കെ സംശയിക്കും. ഞാൻ ഇത്രയും കുട്ടികളൊക്കെ ഇവിടെ കൂടെ ഒരു പടം കാണാൻ വേണ്ടി വന്ന് ഞാൻ അങ്ങനെ ഒന്നും പടം കാണാൻ പോക്കില്ല. ഒരു സംഭവം അപ്പം എൻ്റെ ജീവിതത്തിൽ എന്താ ചില്ലറ പടം കണ്ടു. കാരണം നമുക്ക് ഒരുപാട് പണിയും തിരക്കൊക്കെ ഉള്ള കൂട്ടത്തിൽ പെട്ടതാണ്. അതന്നെ നമ്മൾ ചെയ്യുന്നതിനൊരു പടമാണ്. ഇനിയിപ്പോൾ വേറെ പടം കാണേണ്ട ആവശ്യം എന്തല്ലേ സംശയിക്കാം. രവിയേട്ടനും വരാറുണ്ട് എപ്പോഴും പടം. രവിയേട്ടന് AC കുത്തിരിക്കാൻ വേണ്ടിയിട്ട് സംശയിക്കും രവിയേട്ടൻ വിളിക്കും. സംശയം എവിടെ
ഞാൻ ഇവിടെ ഉണ്ട് ഇതൊന്നും വാട നമുക്കൊരു പടം പോയി കാണുക എന്താണ് ആ വെയിലത്ത് ഇരുന്നൊന്ന് AC പോയി കുറച്ചേരം ഇരിക്കാനാന്ന് പറഞ്ഞിട്ട് അല്ലാതെ പടം കാണാനായിട്ട് പോവല്ല അവർ. എന്തായാലും കൂടുതൽ പാട്ട് പാടേണ്ട വല്ലാതെ പാട്ട് പാടുമ്പോൾ ആൾക്കാർക്ക് വെറുപ്പിടിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും നമ്മൾ ഹൃദയത്തിൽ ചേർത്ത് വെക്കും. പരസ്പരം ഇങ്ങോട്ട് ചേർത്തൊക്കെ കമൻറ്റുകളൊക്കെ എഴുതിക്കോളി. അതൊക്കെ ഹൃദയത്തിൻ്റെ വരികളാണ്. ഞായറാഴ്ച കഥ വീഡിയോ കേട്ടാ. പിന്നെ ആരോ പറയുന്ന ആൻസ് തിന്നുന്നുണ്ടോന്ന് വെച്ച് ആൻസ് ബോംബെ കിട്ടൂല. അത് നിങ്ങളോട് എല്ലാവരും പറയണേ. കിട്ടണൊക്കെ കേരളത്തിൽ. ഇവിടെ ആൻസിനൊന്നും ആൾക്കാർക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല. ഇവിടെ തമ്പാക്കുണ്ട്, ഹോം ചാപ്പ്, ആദ്യച്ചാപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. ഞാനാ തിന്നണമെന്നില്ല, ഞാൻ അടക്ക തിന്നാണ്ട് വെച്ചിടക്ക തിന്നുന്ന ആളാണ്. അത് നാട്ടിൽ എൻ്റെ അമ്മ എൻ്റെ വല്യപ്പൊക്കെ പാരമ്പര്യമായിട്ട് തിന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിന് എൻ്റെ അമ്മയും പഠിച്ച് അമ്മമാരുടെ കൂടെ ഞാനും പഠിച്ച്. അപ്പോൾ ഇവിടെ അതാണ് എൻ്റെ ഇവിടെ തെങ്ങുണ്ട്. ഈ 2 തെങ്ങ് 3 തെങ്ങ് ഇവിടെ കയറാണ്ട് കണ്ടില്ലേ. എന്താ പറഞ്ഞു പലയിടത്തും പോയിട്ട് നിങ്ങൾ ഈ ബോംബെയിലൊക്കെ വിചാരിക്കേണ്ട ഒരു സ്ഥലത്തുള്ള തെങ്ങല്ല. ഇനിയിപ്പോൾ ഇവിടെ 2-3 തെങ്ങുണ്ട് കാടലിൽ. ഇവിടെ കംപ്ലൈൻറ്റ് വന്ന് കിടക്കുക. ഇതൊക്കെ ഇരിക്കട്ടെ കണ്ടില്ലേ. ഓക്കെ ഇത് കൂടി കഴിഞ്ഞിട്ട് ഞാൻ തൊട്ട് ഇവിടെ സ്റ്റോപ്പാക്കട്ടെ. ഇനി ഇങ്ങനെ എടുത്ത് വിടണേ. സംസുഖം ഇവിടെ നിൽക്കണം. ഞാൻ ഏത് തെങ്ങിൻ്റെ കംപ്ലൈൻറ്റ് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഞാൻ കാണിച്ചു നോക്കട്ടെ. കാണില്ല ഇവിടെ മെട്രോ വന്നാൽ ഇതേമാതിരി ഈ ഭാഗത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഇങ്ങോട്ട് പോര്. കുട്ടികളും മക്കളൊക്കെ ഉള്ളവരൊക്കെ സംസുഖ ഇതാ നിങ്ങളെ നമ്മളെ കച്ചവടം എൽദിൻ കച്ചവടം ചെയ്യുന്ന ആൾക്ക് എന്താ മൂപ്പരുടെ പേര്? ഇങ്ങോട്ട് വരി. ആയിരിക്കണേ ഇതായിരിക്കണേ. ഇയാൾ കണ്ടിട്ടില്ല ചേട്ടാ, എന്നെ കണ്ടിട്ടില്ല. ആയിരിക്കണേ. എന്താ മൂപ്പരുടെ പേരാണ് ഞാൻ മറന്നു. അസ്സലാമു അലൈക്കും. എന്താ ഇവിടെ ഇരിക്കണേ? ഇവിടെ എന്താ കച്ചവടം പൂട്ടി കട ചാലില്ലേ പിന്നെ? ഇവിടെ വന്ന് ഇങ്ങനെ കാറ്റുള്ളൂ അല്ലേ? മാഷാ അല്ലാ, അങ്ങനെ വേണം. മൂപ്പരുടെ കട ഇവിടെയാണ്. ഇതിന് മെട്രോൻ്റെ ഇവിടെയാണ്. ഇക്കാക്ക ഇവിടെ വന്ന് മൂപ്പർ ഇവിടെ 4 കട ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാറ്റുള്ളൂ. മാഷാ അല്ലാ, നല്ല കാര്യമാണ്. ഇതാ സംസുഖതാ ഞങ്ങൾ ഇവിടെ അറിയാതെ 2-3 തെങ്ങിൻ്റെ നമ്മൾ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കട്ടെ. ഏത് തെങ്ങിൻ്റെ മുകളിലാണാവും? ആ തെങ്ങിൻ്റെ മുകളിലാണ്. ആ തെങ്ങാണിപ്പോൾ ആൾക്കാർ പോകുമ്പോൾ തലമക്ക് വീണിട്ട് പോകാൻ വന്നതിന് അവർ അത് പഠിച്ചു. ഞാനൊക്കെ നാട്ടിൽ പോവാണ്. ഇനി അടുത്ത മാസം പെരുന്നാളായിട്ട് കുട്ടികളെ കൂടെ കുറച്ച് ദബടിയുണ്ട്. പെരുന്നാളായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും പോണേൻ്റെ ഉള്ളിൽ ഒക്കെ ഒന്ന് പറിച്ച് ഒഴിവാക്കണേ. കാരണം മഴയാണ്. എന്തെങ്കിലും അപകടം പിടിച്ച് വല്ലതും ആയിക്കഴിഞ്ഞാൽ എൻ്റെ പലയിടത്തും തോട്ടത്തിൽ പൈസ കെട്ടിയതുകൊണ്ട് പിന്നെ ഡിപ്പോസിറ്റ്, സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്, റോയൽറ്റി, സെക്യൂരിറ്റി ഇതൊക്കെ ഉണ്ട്. എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വിളിച്ചാൽ അതിനൊക്കെ പൈസ കെട്ടാവും. അവിടെ ഇവിടെയൊക്കെ ലക്ഷങ്ങളോളം ബെയറിങ് കെട്ടണം. ഇതൊക്കെ ഉണ്ട് ഓരോ ഇടപാട് പലയിടത്തും. എന്തായാലും പറച്ചോൻ്റെ കാവലുണ്ട്. ഞാൻ നിർത്തിയാണ്. ആ സെക്ഷനിലെ ഇപ്പോൾ ഇബ്രാഹിം ഖാനെ കണ്ടില്ലേ? അതെങ്ങനെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ 2ാമത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കടന്നിരിക്കുകയാണ്. ഇത് ചർച്ചിക്കറ്റ് പോണ റോഡാണ്. ഇവിടെ നമ്മളെ ചർച്ചിക്കറ്റിലെ മാനാക്ക, റഫീഖ് ബായി ഇവരൊക്കെയുള്ള റോഡാണ്. ഇവരെ കച്ചവടമൊക്കെ ഇവിടെയാണ്. അംസാജിയും മാനാക്കയും ചർച്ചിക്കറ്റ് മാനാക്ക, പിന്നെ നമ്മളെ കച്ചവടം ചെയ്യുന്ന അംസാക്കാടൊക്കെ ഏരിയ ഇവിടെയാണ്. ഇവരൊക്കെ ഇവിടെ ഈ ജീവിതം ഇവിടെ കൊണ്ട് കഴിഞ്ഞ് പോയ ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മാനാക്കൻ്റെ കട. നമ്മളെ ചർച്ചിക്കറ്റ് മാനുബായി, മാനാക്കി, റഫീഖ് ബായിൻ്റെ ഒക്കെ കടയാണിത്. ഇല്ലേ? അവരെ കടയാണിത്. ഇതോടെ പണിക്കാരാ. ക്യാ ബോൾത്തെ കൈസെ ബേട്ടാ? अब रफीक भाई आते हैं कि नहीं? कम आते हैं? मानी सेठ नहीं है. ഇതാണ് ഇവരൊക്കെ ഒരുപാട് കൊല്ലം ഇവിടക്ക് ബോംബെയിൽ ഇവിടെ അന്തി ഉറങ്ങിയ ആൾക്കാരൊക്കെ റോട്ടുമ്പോൾ കെടുത്തിട്ടൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെയൊക്കെ പടച്ചോൻ്റെ വേണ്ടി രക്ഷപ്പെട്ടതാണ്. ഇവരെ നേരെ മുന്നാണ് ഇപ്പോൾ ഈ തെങ്ങ് കാണുന്നത്. കണ്ടിട്ട് ഞങ്ങൾ ഒക്കെ ഇങ്ങനെ വളഞ്ഞിരുന്നിട്ടൊക്കെ ഇതാ ബൈക്ക് നിർത്തിയണക്കാണ്, കാറ് നിർത്തിക്കണക്കാണ്. ഇതൊക്കെ ഇതാ 2ാമത്തെ തെങ്ങ്. അത് അതിനും വല്ല നിങ്ങളാണ് ഇന്നാൾ ഒരു ഇതിമക്കാണ് വീണ് പൊട്ടി. അത് കാണേണ്ടില്ലേ? എന്നിട്ട് അത് പൊട്ടിയിട്ട് എന്നോട് പറഞ്ഞ് അത് നേരാക്കിയിട്ടാണ് പോയാൽ മതി എന്നും പറഞ്ഞ്. അങ്ങനെ ഞാൻ വേറെ സാധനം കൊടുത്ത് ഫിറ്റ് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ അവർ ഇത് വെച്ചിരിക്കുകയാണ്. അവിടെ തെങ്ങൊക്കെയാണ് എത്ര ഡേഞ്ചർ പിടിച്ച തെങ്ങ് അറിയോ? അതിൻ്റെ മുകളിലൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ കാറ് നിർത്തിക്കുക. ബോംബെയിലെ ജീവിതം ഇഷ്ടങ്ങൾ അതുകൊണ്ടൊന്നുമല്ല, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓരോ പ്രവാസികൾ പല രാജ്യത്തും പോയിട്ട് പല രീതിയിലും ജീവിക്കണവരുണ്ട്. ആരും ഇപ്പോൾ പുറത്ത് വിടൂല. കാരണം അവിടെ നാണം കെട്ട പരിപാടിയല്ല വെച്ചിട്ട് മറ്റുള്ളവർ അറിഞ്ഞാൽ നമ്മൾ ജീൻസും പാൻറ്റൊക്കെ ഇട്ടിട്ട് നാട്ടിൽ നടക്കേണ്ട ആ വില നഷ്ടപ്പെടും. അങ്ങനെ ആൾക്കാർ പല രാജ്യത്തും പോയിട്ട് കഷ്ടപ്പെടുകയാണ്. ഏതെങ്കിലും ചെറിയ റൂമിൻ്റെ ഉള്ളിൽ കിടന്നിട്ടും 1ാം തട്ട് 2ാം തട്ട് നമ്മളൊക്കെ ഇങ്ങനെ സീറ്റുമ്മ കൂടെ കിടന്നിട്ട് ഓരോരുത്തർ ആ മറ്റുള്ളവർക്ക് വിട്ടു കൊടുക്കണില്ല. അങ്ങനെ നല്ല പാൻറ്റ് ഷർട്ട് ഇട്ടിട്ടാണ് ചെല്ലുമ്പോൾ
ഓരോരുത്തർ വരികയാണ് പിരിവിന്. അപ്പോൾ നമ്മൾ അവരറിയണില്ല നമ്മളെ കഷ്ടപ്പാട് എന്താണെന്ന്. അപ്പോൾ നമ്മൾ ഈ പാൻറ്റും ഷർട്ടും നല്ല ഇൻഷേർട്ടും ബുള്ളറ്റിൻ്റെ മുകളിൽ ബുള്ളറ്റൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ നുള്ളി പറക്കിന് ഞാനൊരു ബുള്ളറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ അങ്ങനെ വിലസും. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ നമ്മൾ കൊടുക്കുകയാണ്. കാരണം നമ്മുടെ സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പോൾ അത് കാരണം അങ്ങനെ കുറേ ആൾക്കാർ നാട്ടിലൊക്കെ ജീവിച്ചടക്കുന്നവരുണ്ട്. അപ്പോൾ മറ്റേ എല്ലാവരും പരസ്പരം പിരിവൊക്കെ എല്ലാവർക്കും കൊടുക്കണം, അത് വേറെ വിഷയം. പക്ഷേ അങ്ങനെ ഓവറായിട്ടൊന്നും മേടിക്കരുത്. പ്രവാസി ലോകത്തൊക്കെ ഓരോരുത്തർ പോയിട്ട് കഷ്ടപ്പെടണം. ആരും അറിയണില്ല ഓരോരുത്തരെ കഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കലില്ല. കാരണം വെച്ചാൽ നമ്മളെ ഓരോരുത്തരെ വില നഷ്ടപ്പെടുത്തണ്ടല്ലോ വെച്ചിട്ട്. അങ്ങനെ ഓനാച്ചാലോ കുറച്ച് പൈസക്കാരൻ വരിക ഒരുവിധം ചില്ലറ കടങ്ങളൊക്കെ വീട്ടിട്ട്. അപ്പോഴാക്കാരോ ഓരോരുത്തർ ആൾക്കാർ വന്നിട്ട് ചോദിക്കാൻ ഒരു 10 രൂപ കടം കാണിക്കാൻ. ആകെ 10 രൂപ ഓൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓൻ്റെ മുന്നേ പറയാൻ പറ്റും ഞാൻ ഇപ്പോൾ ഇത്ര പാവപ്പെട്ട ആളാണ്. എന്തായാലും കൂടുതൽ പറഞ്ഞ് നീട്ടിക്കൊണ്ടാടില്ല. വല്ലാതാകുമ്പോൾ ആൾക്കാർ വരാൻ ഇവൻ്റെ വീഡിയോ ഒന്നും കാണാതിരിക്കാൻ നല്ലത്. എൻ്റെ കടയുടെ അടുത്ത പണി തീർന്നിട്ടാ എല്ലാം വെട്ടി ഓലൊക്കെ വെട്ടി കെടുക്കണ്ടില്ല ഞങ്ങൾ ഒക്കെ ശരിയാക്കി. ഇനി അവിടെ ഒരു തെങ്ങൂടി ഉണ്ട്, അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇനി അവിടെ നിന്ന് പോകാണ്ട് മാനാക്കാൻ്റെ മെയിൻ സ്ഥലമുണ്ട് അവിടെ ചർച്ചയായിട്ട് മാനാക്കട. അവിടുത്തെ പണി കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെ അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് വേണ്ടി ഞങ്ങൾ ഇതൊക്കെ റോഡ് ये रोड का नाम क्या है? काव गली മഹർഷി പർവ്വത റോഡ്. ആ മഹർഷി പർവ്വത റോഡ് പ്രസവിക്കണ റോഡാ തിരുപ്പതി. ആർക്കറിയാം ഓരോന്ന്. എന്നാൽ ശരി ഞങ്ങൾ പണി കൊടുക്കട്ടെ. ഇങ്ങനെ ഓരോ ഭാഗത്തും ഓരോ തെങ്ങുള്ള പൊന്നാര മക്കൾ. ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലപ്പോൾ ഇത് അവിടെ ഇങ്ങനെ വരിക ഇതിങ്ങനെ വന്ന് കാരണം തെങ്ങേറാനുള്ള മൂടില്ല. ഒരു സൈഡിൽ ഇങ്ങനെ ആകുമ്പോൾ കയറണമെങ്കിൽ കയറാം. തെങ്ങേറ്റക്കാർ അതാണ് ഈ വരാത്തത്. ഞാൻ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞത് 40 വർഷം കൊണ്ട് പല ചരിത്രങ്ങളും ഇങ്ങനെ കേൾക്കാം. തെങ്ങേറാൻ ആളെ കിട്ടാതെ ഞാൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്നും എൻ്റെ ഭാര്യയും കുട്ടികളും വന്നിട്ട് ഞാൻ പ്രയാസപ്പെട്ടതും അങ്ങനെയൊക്കെയുള്ള ജീവിതം ഒരുപാടുണ്ട്. ഒറ്റയടിക്ക് വിടാൻ നിന്ന ആൾക്കാർക്ക് നിങ്ങളാരും കാണൂല. അതാണ്ടാവുക. ഇന്ന് കൂടുതൽ പണി പറഞ്ഞാൽ ഇങ്ങനെ വന്ന് ചർച്ചയിൽ മാനാക്കാൻ്റെ അവിടെ 2 കയറി ഇങ്ങോട്ട് വന്ന് ഇനിയും ചർച്ചയിൽ മാനാക്കാൻ്റെ അവിടെ മെയിൻ കടൻ്റെ അടുക്കൊക്കെ പോകാം. കട്ടാക്കട്ടാ ഓരോ ഭാഗങ്ങൾ കട്ടാക്കി എടുക്കുക. ഞാനിത് ഇന്ന് 18/5/2025 ഇവിടെ കാണി. ഇത് അവിടെ ഇത് മൈതാനാണ്. ഇവിടെ സംസ്കരിക്കണത് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ അടിയിൽ കാറാട്ടാ കൊല നിൽക്കണൊക്കെ അപ്പുറത്ത് പട്ടറ മുകളിൽ കൂടെ കണ്ടില്ലേ കാറ് നിൽക്കണേ. ഇത് എപ്പോഴാണോ എന്താ സംഭവിക്കുക ഒന്നും പറയാൻ പറ്റില്ല. അള്ളാൻ്റെ കാവലുണ്ടെങ്കിൽ രക്ഷപ്പെടും. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ സംസ്കാണ്ട് വരെ സംസ്കാരങ്ങളെ മൊബൈൽ ചാക്കിലൊക്കെ ഉണ്ട് കൊടുക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം തരുമോ ഇതൊക്കെ യഥാർത്ഥ സംഭവങ്ങൾ അറിയണം. എന്തെങ്കിലും വെറുതെ പൊട്ടത്തരം വിളിച്ചു തരുമ്പോൾ മറ്റുള്ളവർ പല തരും. നിങ്ങളുടെ കാണി കാക്കയുടെ കുട്ടികളായി നിൽക്കണേ. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരട്ടത്. മോളി ഇവിടെ കാണി കാക്ക കുട്ടികളായി നിൽക്കണേ. കണ്ടില്ലേ മിണ്ട പ്രാണികളാണ്. ഇങ്ങനെയുള്ളതിനൊന്നും ഞാനങ്ങനെ ദ്രോഹിക്കാൻ നിൽക്കില്ല. കണ്ടില്ലേ. അപ്പോൾ എനിക്കിപ്പോൾ ഇത് വെട്ടാൻ ഭയങ്കര പ്രയാസപ്പെടും. ഞാൻ നിങ്ങൾ നോക്കണേ കൊല നിൽക്കണൊക്കെ. ഈ കൊലയുടെ ഇടയിൽ കൂടെ തന്നെ കാക്ക കൂടൂട്ടിക്കണേ. അപ്പോൾ ഇത് എൻ്റെ പണ്ടത്തെ തെങ്ങേറ്റക്കാരൻ്റെ ജൈതീഷുകാരൻ മറാഠിക്കാരൻ ഓതൊക്കെ എടുത്താണ്ട് തട്ടിമറിച്ചിടുന്നത്. കാക്ക ചത്താലും വേണ്ട കുട്ടികൾ. പക്ഷേ ഞാനത് ചെയ്യാൻ നിൽക്കലില്ല. കാരണം എന്തിനാണ് മിണ്ടാപ്രാണികളാണ്. അവർ ജീവിച്ചു പോയിക്കട്ടെ. അവർക്ക് പടച്ചോൻ കൊടുത്തതാണ്. നമുക്ക് ബംഗ്ലാവും വീടും നമ്മൾ അവിടെ ഇവിടെയൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബറ്റുകളുടെ ജീവിതം എന്താണ്? ഈ മരത്തിൻ്റെ മുകളിൽ കൂടുണ്ടാക്കിയിട്ട് ജീവിച്ചു പോകണ മിണ്ടാപ്രാണികളാണ്. അവരൊന്നും അറിഞ്ഞിട്ട് നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. അറിയാതെ നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പെട്ടിട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അറിഞ്ഞും കൊണ്ട് ഒന്നിനെ നമ്മൾ കൊല്ലാൻ പാടില്ല. സംഭവം ശരിയാണെങ്കിൽ കോഴിയാലും മറ്റൊക്കെ നമുക്ക് തിന്നുന്ന സാധനത്തിനൊക്കെ നമ്മൾ ചെയ്തിട്ട് കുഴപ്പമില്ല. പക്ഷേ അറിഞ്ഞും കൊണ്ട് ഓരോ ജീവികളെ എൻ്റെ ജീവിത ചരിത്രങ്ങൾ ഈ വിടണം കേട്ടോ. അതുപോലെ ഹണ്ണാരി ഉണ്ടാവും കൊല്ലൻ്റെ ഉള്ളിൽ നിറഞ്ഞിട്ടുണ്ട്. ആ അറിയാതെ ചിലപ്പോൾ ഹണ്ണാരി കുട്ടികൾ വീണ് പോകും. കണ്ടു കഴിഞ്ഞാൽ വേഗം എടുത്ത് തെങ്ങിൻ്റെ കടക്കെ കൊണ്ടുവെക്കും. ഇതിൻ്റെ ഇടയിലൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ 18/5/2025 വീഡിയോ. ചില വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം എന്താണെന്ന് അറിയാം. അപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ നിന്നിട്ട് വീഡിയോ എടുക്കുക. ഈ കാണുന്നത് ഇവിടെ കണ്ടില്ലേ. ചില വീഡിയോ ഒക്കെ എഡിറ്റിങ് ചെയ്യണമെന്ന് അറിയാം. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ ചിത്ര വേഗം ബോംബെന്ന് വെച്ച് ഹെലികോപ്റ്ററിൽ നാട്ടിലെത്തിയെന്ന് ചോദിക്കും. അതല്ല, അത് ഞാൻ ചിലപ്പോൾ എഡിറ്റിങ് ചെയ്തിട്ട് കഴിഞ്ഞ് പോയതൊക്കെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് വിടണതാണ്. അപ്പോൾ കാക്കയുടെ വീഡിയോ തട്ടാം. ഓക്കെ, ഈ ഞാൻ കട്ട് ചെയ്യാൻ പോവാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് വിടും ജീവിതത്തിൽ നടന്നത്. ഇവിടെ കൊണ്ട് കട്ടാക്കുകയാണ്. വണ്ടിയൊക്കെ ആണെങ്കിൽ എപ്പോഴാണോ അപകടം സംഭവിക്കുക. അള്ളാൻ്റെ കാവലുണ്ടാവട്ടെ. ആ കാക്ക കൂടുള്ള കുട്ടിൻ്റെ തെങ്ങാണായിട്ടാ കണ്ടങ്ങൾ ഇന്നത്തെ ഓലായി കാണുന്നത് കംപ്ലീറ്റ്. അതിൻ്റെ ഭാഗത്താണ് ഈ കാറ്. അതിൻ്റെ വില കൂടിയ എത്ര ആ സാർ വില കൂടിയ കാറാണെന്നറിയാം. ഒരു മിനിറ്റ് സാർ. ഒരു മണിക്കൂർ ആ തെങ്ങിൻ്റെ മുകളിൽ പിടിച്ച് ഈ ഒരൊറ്റ കാറ് കാണിച്ചാൽ. മറ്റേ ഇതിൻ്റെ വണ്ടിയാണ്. നമുക്ക് വീണാൽ കുഴപ്പമില്ല.
കാരണം ആ തെങ്ങ് ഒരു കൊല കാറിൻ്റെ അപ്പുറത്തായിരുന്നു. ഓല വെട്ടി പതുക്കെ അങ്ങോട്ട് എത്ര ഓല വെട്ടണ ഒരാൾക്ക്. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിത സംഭവങ്ങളാണ്. ഇനി നിർത്തിയാണ് വയ്യ. ഈ കണ്ട നേരം ആകെ 4-5 തെങ്ങ് കയറി. ആ സ്ഥലത്ത് നാട്ടിൽ എത്ര തെങ്ങ് കയറിയ ആൾക്കാർ. അങ്ങനെ ഒരു 1000-2000 ഞാനും ഉണ്ടാക്കിയത് ഇവിടെ ബോംബെ നിന്നിട്ട്. ഈ കൂടുതൽ പറഞ്ഞില്ല, നമ്മളൊക്കെ ഇതൊക്കെ കണ്ടോളി വീഡിയോ. ഇതിൻ്റെ കുറച്ചും കൂടി എൻ്റെ ചർച്ചയായിട്ട് മാനുവിൻ്റെ അവിടെ കൊണ്ട് അവസാനിക്കണേ. 18/5/2025. ചിലർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇജ്ജ് എവിടെയാണ്, ഇജ്ജിപ്പോൾ ബോംബെ കണ്ട അന്നെ ഞാൻ നാട്ടിൽ വീഡിയോയിൽ നാട്ടിൽ കാണണേ, ഇജ്ജ് ഹെലികോപ്റ്റർ എൻ്റെ സ്വന്തമാണോ ചോദിക്കണ്ടേ, അതല്ലെങ്കിൽ വിമാനം സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ട്. MA യൂസഫലി സാറിനെ പോലെ ഹെലികോപ്റ്റർ എനിക്ക് ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം വീഡിയോയിൽ ബോംബെയിലും കാണുന്നുണ്ട്, നാടും കാണുന്നുണ്ട്, എന്താ അതിൻ്റെ സംഭവം ചോദിക്കുന്നുണ്ട്. അതല്ല കുറച്ച് ദിവസം മുന്നേ നാട്ടിൽ നിന്ന് എടുത്തതൊക്കെ ആ ഡേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇനി വയ്യാണ്, തളർന്ന് കാല് പതച്ചിട്ട് ഇവിടെ ട്യൂബ് ഇട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, കാലിൻ്റെ അടി വേദനിച്ചിട്ട്. സംസുഖ സമയം എത്ര 9:30 കഴിഞ്ഞ് 9:30 അല്ലേ? 5 മണിക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങളെ പുറത്തെ കഴിഞ്ഞ് ഇപ്പോൾ നേരെ ഞങ്ങൾ ചർച്ചയിൽ മാനാക്കാൻ്റെ മെയിൻ കടയുടെ അവിടേക്ക് പോവുകയാണ്. അവിടെ ഉണ്ട് ബിൽഡിങ്ങിൽ തെങ്ങ് 3-4 അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് എടുത്തേക്കാണ്. ഇങ്ങോട്ട് തിരിയട്ടാ, ചർച്ചയിൽ മാനാക്കാൻ്റെ അവിടേക്ക് തിരിയാണ്. ഇതൊക്കെ നമ്മളെ യൂട്യൂബ് എനിക്കൊരു ഗ്രൂപ്പുണ്ട്. എൻ്റെ ഗ്രൂപ്പിൽ പലവരുണ്ട്. പൊന്നാനി, ചന്തപ്പടി, കൊല്ലമ്പടി, വെളിയങ്കോട്, ആനക്കര, പിന്നെ ആലുവ, ഇല്ലാത്ത പല അഭ്യയത്തിന് നമ്മളെ ഗ്രൂപ്പിൽ രാജമ്പായി, ഉണ്ണിയേട്ടന്, തങ്കപ്പേട്ടന്, സാബുബായ്, വർഗീസ്, ഓരോ ഇവിടെ പാടിപ്പോൾ നമ്മൾ എവിടെയെത്തി അച്ചോ എന്നാൽ പുളിമരത്തിൻ്റെ ഇത് മാറുന്നത്. ഒരു മിനിറ്റ്, വണ്ടി തിരിക്കട്ടെ. അറിയാതെ പാടി പോയിട്ട് ഇപ്പോൾ വണ്ടി തിരിഞ്ഞു. ഹലോ സ്ഥലം ഒരു ബിൽഡിങ് കടന്നു പോയി, അവിടെയാണ് തെങ്ങ്. ഞാൻ വണ്ടി പണിയിലാണ് എവിടെ വന്നേക്കണ ഇവിടെ 2-3 തെങ്ങുണ്ടാവും. പോയോക്കട്ടെ. ഈ ബിൽഡിങ്ങിലും തെങ്ങ് നിറഞ്ഞിക്ക്. ഞാൻ വിളിക്കാം. ഇതിൽ വണ്ടി നോക്കാം. ഇതാ ഈ ബിൽഡിങ്ങിൽ ഇന്നിപ്പോൾ ഏതായാലും കയറണില്ല, വയ്യ, ഭയങ്കര വെയിലാണ്. 2ാമത്തെ തെങ്ങ് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ കാണി. ഇപ്പോൾ എനിക്കെന്നിട്ട് ഒരു കാര്യം ഉണ്ട് കേട്ടോ, എന്ത് വേണമെങ്കിലും തിന്നാൻ കിട്ടും അങ്ങനെ എൻ്റെ റബ്ബിനെ സ്തുതിക്കുകയാണ്. ഈ കണ്ണത്ത രാജ്യത്ത് വന്നിട്ട് മനുഷ്യർക്ക് എന്തൊരു സാധനം വലിയ വർത്തമാനം പറയല്ല. എന്ത് किसमें हाँ आ रहा अभी आज नहीं होगा भाई, आज सुबह से काम करके थक गया मैं. देखते कल टाइम मिलेगा तो कल आ जाता है, तो परसों आ जाएगा. ഇതാ ആണ് ഇനിയിപ്പോൾ മുരിങ്ങയില പൊട്ടിച്ച് കൊടുക്കാൻ ആരും കുഞ്ഞിപ്പാക്കൊക്കെ ആവശ്യം ഉണ്ടാണാവോ. എനിക്കിപ്പോൾ നേരം ഇല്ല അതിലുള്ള പൊട്ടിക്കാൻ, ഇല്ലെങ്കിൽ അപ്പോൾ അവർക്ക് പൊട്ടിച്ച് കൊടുക്കാമായിരുന്നു. മുരിങ്ങൻ്റെ ഇല കുഞ്ഞിപ്പാക്ക് ഭയങ്കര ഇഷ്ടമെന്ന് അറിയുന്നത്, പാവം ഫേമസ് കുഞ്ഞിപ്പാച്ചിക്ക്. ഇതാ ഇരുമ്പാമ്പുളി, അതിൻ്റെ മുളൊക്കെ ഉണ്ട്. എന്തായാലും സാല്ല എല്ലതും കിട്ടുമോ. ഓമക്കായ അതൊക്കെ ഞാൻ പൊട്ടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എന്ത് ചെയ്താലും ആർക്കും കുഴപ്പമില്ല. ആരാന്ന് ചോദിക്കും, പേര് മുഹമ്മദാന്ന് പറഞ്ഞാൽ അപ്പം പറയും പൊട്ടിച്ചോട്ടായിരുന്നു. മുഹമ്മദ് ഭായി എന്ന് പറയും. കാരണം തെറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ അള്ളാൻ്റെ റസൂലിൻ്റെ പേരിൽ അറിയപ്പെട്ട ഒരാൾ. രണ്ടാമത്തത് നമ്മൾ ലോക ചരിത്രം ചെയ്താൽ പിന്നെ എന്തിനാണ് ഈ മുഹമ്മദ് എന്നൊക്കെ പേരിട്ട് വിളിക്കണത്. മനുഷ്യൻ്റെ പേരിൽ നല്ല ഓരോരുത്തരും നല്ല കാര്യങ്ങൾ ചെയ്തു പോകണം. എന്നാലാണ് മരിക്കുമ്പോൾ ഓമക്കായ കണ്ടില്ലേ. ഇത് വരി സംസുക്ക കുഞ്ഞിപ്പാക്ക, ഞാൻ പിന്നെ ഒരു ദിവസം പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് തരണ്ടിട്ട് ആരെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ. മുരിങ്ങൻ്റെ അല്ലേ ചക്ക ഇവിടെ ആക്ക് ഇനി പിന്നെ പൊട്ടിക്കാൻ വയ്യാന്ന്. ഇനിയിപ്പോൾ ആക്ക് ഇവിടെ പണിയെടുക്കുമ്പോൾ തുടങ്ങാം. ഇന്ന് വേണ്ട, ആക്കെ ഇനി മേഡത്തിനോട് മേഡം മേഡത്തിൻ്റെ സമ്മതില്ലാതെ നമുക്ക് ചെയ്യാൻ പാടില്ല. എന്തൊരു മേഡത്തിൻ്റെ സമ്മതില്ലാതെ ചെയ്യാൻ പറ്റൂലെന്ന്. അതിൻ്റെ ഓർഡർ ഇവിടെ ആളെ സമ്മതില്ല, ഒരാളെ മുതൽ പൊട്ടിക്കാൻ പാടില്ല. നിങ്ങൾ അതിനെപ്പറ്റി വേച്ചാറാണ്. നിങ്ങൾക്ക് ചക്ക എത്ര വേണമെങ്കിലും മേഡം ചോദിച്ചാൽ തരും. സാർ അപ്പോൾ ഇന്നത്തോണ്ട് പണി തീരുകയാണ്. 18/5/2024 വീഡിയോ ഇന്നത്തെ മൊത്തം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേറെ കയറ്റണില്ല. ഇനിയുള്ളത് ചർച്ചയായിട്ട് മാനോക്കാൻ്റെ കടറോട് കൂടി പോയിട്ട് ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. സാള്ള ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ കുട്ടികൾക്ക് വേണ്ടി സബ്സ്ക്രൈബോ ലൈക്കോ എന്താ ചെയ്തു തന്നാളി. കാരണം കമൻറ്റ് എഴുതി കളിക്കാം. കാരണം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നല്ല റാഹത്തായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കമൻറ്റ് വായിക്കണം. ഞാൻ അതിന് വേണ്ടത് തെറിയൊന്നും എഴുതരുത്. വളരെ ഹൃദയം വേദനിക്കണ വരികളാണ്. എന്നിട്ട് നമ്മളെ ചർച്ചിക്കറ്റ് മാനാക്കാൻ്റെ മെയിൻ സ്ഥലമാണ്. പാവം ഒരുപാട് വർഷം മനുഷ്യൻ ഇവരൊക്കെ ഇവിടെ ഒരുപാട് കാലം ജീവിതം കൊണ്ടുനടത്തിയാണ്. ചർച്ചിക്കറ്റ് അംസാജിയുടെ
അംസാജിയാണ് മുതലാളി. രണ്ടാമത്തെ മാനേജറായിട്ട് മാനാക്കാക്കും ഇവിടെ കുറേ കച്ചവടം അംസാജിക്കും മാനാക്കാക്കും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഒഴിവാക്കിയപ്പോൾ നാട്ടിൽ കുറേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കണം. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. കാരണം അത്രയും പ്രയാസപ്പെട്ട ഓരോ മനുഷ്യന്മാരാണ്. ഇവിടെയാണ് മാനാക്കാൻ്റെ മെയിൻ കട. അപ്പോൾ ആ സ്ഥാപനമൊക്കെ പോയിക്കണം. നല്ല കച്ചവടം നടത്തിയ കടയായിരുന്നു. എന്തിനാ നിങ്ങളോട് പറഞ്ഞു ഞാൻ ഇവിടെ ഇതൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ ഇവിടെയാണ് നമ്മളെ ചർച്ച കേട്ട് മാനാക്ക ഒരുപാട് വർഷം ഇവിടെ കച്ചവടം ചെയ്തിരുന്ന ഒരാളാണ്. മാനാക്ക മുതലാളിയാണ്. പണിക്കാരെ വെച്ചിട്ട് ഇവിടെ ഇരുന്ന സ്ഥലമാണത്. പാവം ഇവിടെ എന്താണ് സംഭവം? ഇത് ചർച്ച സ്റ്റേഷനിൽ നിന്ന് വരുന്ന വഴിയാണ്. കണ്ടില്ല നിങ്ങൾ അപ്പുറത്തെ റെയിൽവേ സ്റ്റേഷന്. ഇത് പാർസി ഗാർഡനാണ്. പാർസിൻ്റെ ഇവിടെ ഇതിൻ്റെ തെങ്ങുണ്ട്. ഇതൊക്കെ ഞാനിപ്പോൾ ഞാൻ തെങ്ങ് ഒഴിവാക്കി കൊണ്ടിറക്കാൻ വയ്യാത്ത കാരണം. അപ്പോൾ പാവം ഒരുപാട് പക്ഷെ മാനാക്കൊക്കെ ഒരുപാട് ആൾക്കാർക്ക് വെള്ളം വണ്ടി കാലിയാക്കിയിട്ട് അനവധി ആൾക്കാരെ കുടുംബം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓരോ മനുഷ്യന്മാരും അങ്ങനെ നല്ല മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. എപ്പോഴും ഉണ്ട്, നാട്ടിലുണ്ട്. ആരും വേദനിപ്പിച്ചിട്ടില്ല. ഒരേ അളഞ്ഞ കച്ചവടക്കാർ, ഹോൾസെയിൽ കച്ചവടക്കാർ. പിന്നെ ഇതാണ് എൻ്റെ ഇനി ഇവിടേക്ക് ഈ ഗ്രൗണ്ടിലേക്ക് കിടക്കാണ്ട് അവിടെ തെങ്ങിതാ. ഞാൻ പിന്നെ ഒരു ദിവസം വന്നിട്ട് അതും ആ ഭാഗത്തൊക്കെ എടുത്ത് വിടാണ്ട് ഇനി ഇവിടുന്ന് നേരെ പൗണ്ടിലേക്ക് പോകണം. ഇവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, നിർത്തുകയാണ്. അപ്പോൾ മാനാക്കാൻ്റെ കട കണ്ടില്ല എന്നും പറയേണ്ട. ഇത് ചർച്ചൊരു മാനാക്കാൻ്റെ ഏരിയയാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരോടും നമസ്കാരം, നന്ദി. ഞായറാഴ്ച ഇന്നത്തെ വീഡിയോ മൊത്തം ഞായറാഴ്ചക്കത്താ. അപ്പോൾ എല്ലാവരോടും നമസ്കാരം, നന്ദി, അസ്സലാമു അലൈക്കും. എന്തെങ്കിലും പറഞ്ഞതിൽ വല്ല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടുക. ഇത്രയും പറയാണ്. കമൻറ്റുകളൊക്കെ എഴുതിക്കോളി. ഇരുന്ന് വായിക്കാൻ നല്ല രസമാണ്. പണികളൊക്കെ കഴിഞ്ഞാൽ ക്ഷീണം കൊണ്ട് ഇങ്ങനെ ഓരോരുത്തർ പറയാൻ എനിക്ക് ദുആ ചെയ്യണം എന്ന് തന്നെ പ്രത്യേകിച്ചുണ്ടാവും. ദുആ ചെയ്യലൊക്കെ രാവിലെ സുബഹി കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോരുത്തരെ മാനസിക വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോടും പറയുള്ളൂ. ഞാനും എല്ലാവരും അങ്ങോട്ട് കൂടെ ദുആ അപ്പോൾ അങ്ങനെ ആ ചെക്കൻ പറഞ്ഞാൽ ഇതാ ഇന്നെ പോലത്തെ ഒരു ദജ്ജാലാണ് ആ നായി. കാരണം ഞാൻ ചെറുപ്പം മുതൽ വാപ്പിനെ കൊടുക്കുന്നതാണ്. ഇങ്ങനെ കുറേ മക്കളുണ്ട് ഇന്നെ പോലെ കുരുത്തം കെട്ട്. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നമ്മളെ ഇതും ചർച്ചയുടെ മാനാക്കാൻ്റെ മെയിൻ സ്ഥലം കേട്ടോ. ഇവിടെ ഇളനീൻ്റെ കച്ചവടമൊക്കെ നടക്കണ. ഇത് കുഴപ്പമില്ല, ഇത് നല്ല രീതിയിൽ കൂടെ ഉള്ളതിൻ്റെ അതുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ ഈ മാനാക്കാക്ക് ചർച്ചയായിട്ട് മാനാക്കാക്കുള്ള കച്ചവടമൊക്കെ ഞങ്ങളിപ്പോൾ ഇനി ചായ അടിക്കട്ടെ. ഞാൻ ഏതായാലും ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഞായറാഴ്ച ഓർത്ത് പോയി കറങ്ങി ഒരു വൈക്കായി കാരണം എൻ്റെ പട ബീഡിക്കട. ഇതാണ് ചർച്ചയുടെ മെയിൻ സ്ഥലം കേട്ടോ. അവിടെയാണ് എൻ്റെ പട ബീഡിക്കട അങ്ങോട്ട് ആക്കിയിരിക്കണേ. അത് അവിടെയാണ്. ഇനിയിപ്പോൾ അവിടെ പോയി എടുക്കാൻ നേരമില്ല. ഇവിടെ ചാടിച്ചോടി. ഇതാണ് നമ്മളെ ചർച്ചയുടെ മാനാക്കാൻ്റെ ഇളനീ കട. കണ്ടില്ല നിങ്ങൾ? ഇതൊക്കെ നമ്മളെ അംസാക്ക, നമ്മളെ ബെൽറ്റ് കച്ചവടം ചെയ്യുന്ന അംസാക്കാടെ ഏരിയയാണ്. അംസാക്കൊക്കെ ഇവിടെ ചാടിച്ചോടുന്നു. അപ്പോൾ അംസാക്കാടെ സ്ഥലമാണ് ഇതൊക്കെ. അംസാക്കൊക്കെ എൻ്റെ ഗ്രൂപ്പിലുണ്ട്. പാവം. എന്തായാലും ഇനി ഇവിടെ കൊണ്ട് നിർത്തി. 18/5/2025 ഞായറാഴ്ച ദിവസം ഞങ്ങൾ വന്ന് ഇനിയിപ്പോൾ നേരെ എൻ്റെ കട കൊടുക്കും തിരിയും. പറയാൻ പറ്റില്ല, അപ്പോഴും വീഡിയോ എടുക്കും. ഓക്കെ സംസുഖ ഈ ചർച്ചയിൽ ഇവിടെ പറയുകയാണ്. പിന്നെ നമ്മളെ പൊന്നാനിയുള്ള ഇവിടെ കൊല്ലംപടിക്കുള്ള ബെൽറ്റ് കച്ചവടം ചെയ്യുന്ന അംസാക്കയുടെ സ്ഥലം ഞാൻ കാണിച്ചു നോക്കട്ടെ. അംസാക്കൊക്കെ ഈ വീഡിയോ ഇങ്ങനെ കാണേ. ഇവിടെ ഞാനിങ്ങനെ പലയിടത്തും പോയി കറുത്താട്ട് അംസാക്ക നിങ്ങളെ ബെൽറ്റ് കച്ചവടമാണ്. നിങ്ങളിപ്പോൾ ബോംബെ കുറച്ച് കാലത്ത് ഒഴിവാക്കി പോയതാണ്. ഓക്കെ, ഇതാണ് ഇവിടുന്ന് പോവുകയാണ് ഞാൻ. ഈ അംസാക്ക നമ്മുടെ പൊന്നാനിയിലുണ്ട്. പൊന്നാനിയുള്ള അംസാക്ക മുകളിലത്തെ ഗ്രൂപ്പിലുണ്ട്. വലിയ ആൾക്കാർക്ക് എൻ്റെ ഗ്രൂപ്പിലുണ്ടോ ഇഷ്ടം പോലെ ഇറങ്ങി കച്ചവടക്കാരും എൻ്റെ ഗ്രൂപ്പിൽ ഞങ്ങളുണ്ടല്ലോ. നിങ്ങളുണ്ട്, എൻ്റെ കുട്ടികളുണ്ട്. ഒരു പിടി ബോംബെയിലെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാട്ടിക്കൊടുക്കാം. എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. ബോംബെയിലുള്ള ആൾക്കാർ കുറേ സ്വപ്നം കണ്ടിരിക്കണ്ടോ. അപ്പോൾ ഒരാളെ ഇവിടെ ധാരാളിയോ അത് വിട്ടുതരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം പണ്ട് മുപ്പിലെ ആദ്യം കണ്ടില്ല എൻ്റെ വീഡിയോ. എന്നാൽ പിന്നെ പേര് പറയും പഴയ കാലത്താണ് ബോംബെയിലാണ്. ഇപ്പൊ പഴയ കാലത്തുള്ള ബോംബെ അല്ലേ, മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ കബീർ പൊന്നാനിയിലുള്ള കബീറും പിന്നെ നമ്മളെ നാസറിൻ്റെയും സ്ഥലമാണിത്. ഫാഷൻ സ്റ്റേറ്റ് എന്ന് പറയും. ഫാഷൻ സ്റ്റേറ്റ് അപ്പുറത്താണ്. ഇത് സി മാർക്കറ്റാണ്. നാസറിന്റെ കട ചോടം ചെയ്ത സ്ഥലം ഇല്ല. ഇവിടെ കട ഉണ്ട്. അവർക്ക് വരുന്നുണ്ട്, അവിടെ ഉണ്ട് കട. അതിൻ്റെ ആ ഭാഗങ്ങളെ കൂടി നിർത്തി വിട്ടുകൊടുക്കട്ടെ. അപ്പോൾ ഞാൻ വിട്ടത് വണ്ടി ഓഫാക്കട്ടെ. ഇന്ന് ഞായറാഴ്ച കാരണം മാർക്കറ്റ് ഒഴിവാണ്. ഞാനത് ഓഫാക്കിയിട്ട് ആ സ്ഥലം കാണും. അവരൊക്കെ ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിലുള്ള. അപ്പോൾ എൻ്റെ മാനു ഗ്രൂപ്പുള്ള മാനു യൂട്യൂബ് ചാനലിലുള്ള ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും കൂടിയിട്ടാണ് ഇതെല്ലാവർക്കും ബാധ്യത ഉണ്ട്. ഇന്ന ആൾക്ക് വെച്ചിട്ടല്ല. അപ്പോൾ കബീർ ഭായ്, അതുപോലെ നാസർ ഭായ്, അംസാക്ക, ഒരു ഗ്രൂപ്പിലുള്ള നമ്മളെ ആൾക്കാരോടൊക്കെ ഇവരൊക്കെ ഇവിടെ കച്ചവടമുള്ള ആൾക്കാരാണ്. ഇതാ ഓക്കെ. ഇനി ഇത് ഇത് ടാറ്റയുടെ ബിൽഡിങ്ങാണ്. ഇതാണ് നമ്മളെ നാസറിൻ്റെയും ഇവരൊക്കെ കടയാണിത്. ഇവിടെ ഇന്ന് ഞായറാഴ്ച ആയ കാരണം അടവാണ്.
സി റോഡാണ്. ഇവിടെ അന്ന് കർണറിൻ്റെ കുഴപ്പം കൊണ്ട് അന്ന് ആ കർണർ വന്നിട്ട് എല്ലാവരും ലൈസൻസും മേടിച്ചുകൊണ്ടിട്ട് ലാസ്റ്റ് ഒക്കത്തിനും പിടിച്ചിട്ട് ഇവിടെ കൊടുന്ന് ഇട്ടതാണ്. എൻ്റെ പട ലൈസൻസൊക്കെ മേടിച്ച് ഞങ്ങൾ പതുക്കാണ്ട് തട്ടിപ്പറിച്ച് മേടിച്ച് സാറ് ഞങ്ങൾ മേടിച്ച സാറ് അറിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങളെ കച്ചവടം അതും പോയി കെടുക്കുകയാണ്. ഓക്കെ, ഇവിടെ കൊണ്ട് ഇത് അവസാനിക്കട്ടെ. ഇനി എൻ്റെ മറ്റേ കട്ടറോട് കൂടി പോട്ടെ. ഇതാ കുതിരനെ കണ്ടില്ല എന്ന് പറയണ്ട. ഇനി കുതിരനെ ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം വിട്ടുകൊടുക്കതാ. രണ്ടാമത്തെ കുതിര അതാ വരുന്നത്. പിന്നെ മുകളിൽ ഇരിക്കണതും കുതിരയാണ്, താഴത്തുള്ളതും കുതിരയാണ്. സംശയ പോവുക. ആ പോട്ടെ. എന്നാ പോയില്ല സംശയ. ആലം ദുനിയാവിൽ അള്ളാഹുവോടൊന്നും എങ്ങനെ വിടാതെ ഇങ്ങനെ അതിന്റെ മനസ്സിലെന്താണ് അവർക്ക് ഇങ്ങനെ ആ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെടുകയാണ്. അത് ആരാ വരി പാടിയതൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ എന്താ വെച്ചാല് അത് വല്ലാതെ ഹൃദയത്തെ ഭയപ്പെടുത്തുന്ന വരി. ആലം ദുനിയാവിൽ അള്ളാഹുവോട് അടുപ്പമില്ലാത്ത പടപ്പുകളെ അടുത്ത് വന്നെത്തുന്ന മരണം മറന്നോടും അള്ളാഹുവിൻ്റെ അടിമകളെ. നല്ല വരികളാണ്. എനിക്ക് ഞാൻ വിടാതെ പരിക്കത്താവന്നെ വല്ലാതെ ഭയപ്പെടുന്ന പാട്ടാണ്. അത് ഏത് മനുഷ്യൻ പാടിയാലും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തന്നെ സ്വർഗം ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഒരുപാട് കാലം ജീവിക്കാൻ തോപ്പിക്കാൻ നൽകട്ടെ. ഏത് മനുഷ്യൻ പാടിയാലും ആ വരികളൊക്കെ നല്ല ചെറുത്. ഞാൻ ഇവിടെ കൂടെ നിർത്തുകയാണ് എൻ്റെ കടയുടെ ഭാഗത്ത്. रस्ता बंद है बोल दो, अभी गाड़ी कैसा जाएगा, सब रोड का काम है. ഇതാ അപ്പം അങ്ങനെ വന്ന് ഈ റോട്ടിൽ കൂടെ വന്ന് വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഒരു ജ്യേഷ്ഠനാണാവോ ആരാണോ എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞ് കൈ വിറക്കരുതെന്ന്. കാരണം എൻ്റെ കൈയൊക്കെ വിറക്കും, എൻ്റെ കൈയും വിറക്കും കാലും വിറക്കും. തെങ്ങിൻ്റെ പോലത്തെ പണിയാണ്. അങ്ങനെ വന്ന് എൻ്റെ ഈ കടലിലേക്ക് എത്തിയിട്ടാ. ओके चलो बेटा, अभी इधर हम लोग सब जगह का वीडियो निकाल के भेज रहे हम लोग यूट्यूब चैनल. तू आई करे तो सब्सक्राइब किया ना? हाँ എൻ്റെ പണിക്കാരെ കുട്ടി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കടക്ക് തിരിച്ചു തരേണ്ടി വരും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഇവിടെ കൊണ്ട് തീർക്കുകയാണ്. എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് പൊരുത്തപ്പെടുക. ഞങ്ങൾ ഇനി ഇത് ഒക്കെപ്പാടെ കൂടിയിട്ട് എഡിറ്റിംഗ് ചെയ്ത് വിടുകയാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. ഓക്കെ ബൈ. എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്.